വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നതായിരിക്കും. 2 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. നിർമ്മാണ കമ്പനിയിലെ കൺസ്ട്രക്ഷൻ മാനേജരായ വിക്രം റാണ, സർവേയർ രാകേഷ് ഗുജെയ്ത് എന്നിവരെയാണ് ഇനിയും കണ്ടെത്തേണ്ടത്. മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ ഇന്ന് കൂടുതൽ ഊർജിതമായി തന്നെ തിരച്ചിൽ നടക്കുന്നതായിരിക്കും. സാരംഗ് സുരേഷാണ് പ്രദേശത്തു നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. സാരംഗ്, 2 പേരെ കണ്ടെത്താനുണ്ട്. കഴിഞ്ഞ ദിവസം കാലാവസ്ഥ ഒന്ന് അനുകൂലമായി നിന്നതാണ് തിരച്ചിൽ ഒന്നും കൂടി കാര്യക്ഷമമായിട്ട് നടത്താൻ സാധിച്ചത്. ഇന്നിപ്പോൾ രാവിലത്തെ ഒരു അവസ്ഥ എന്താണ്? തിരച്ചിൽ എങ്ങനെ നടത്താനാകും? പൂജ, ഇന്ന് 2 പേർക്കായുള്ള തിരച്ചിലാണ് നടക്കുന്നത്. പ്രധാനമായും രാകേഷും അതോടൊപ്പം തന്നെ വിക്രമും, ഇവർ 2 പേരുടെയും മാത്രം മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്താനുള്ളത്. അതിൽ വിക്രമിൻ്റെ വസ്ത്രത്തിൻ്റെ ഭാഗമടക്കം ഇന്നലെ കണ്ടെത്താനായിരുന്നു. അത് ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ തോതിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു, വിക്രമിൻ്റെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള തരത്തിൽ. എന്നാൽ പിന്നീട് അതുണ്ടായില്ല എന്നൊരു സ്ഥിരീകരണം വരികയായിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമായും 3-4 സോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും തിരച്ചിൽ പുരോഗമിക്കുക. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചില തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം പ്രധാനമായും ദുരന്ത ഭൂമിയിൽ കെട്ടി നിൽക്കുന്ന മണ്ണ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് നീക്കാനുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾ ഇവിടെ എത്തിച്ച് മണ്ണ് നീക്കം ചെയ്യുക എന്നത് തെരച്ചിൽ ദൗത്യത്തിന് വലിയ രീതിയിൽ സഹായകരമാവും എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി അതിൻ്റെ ഭാഗമായുണ്ട്. പക്ഷേ അത് ചെറിയ തോതിലൊരു പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നിലവിലുള്ള മണ്ണ് അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഒന്നുകൂടി മണ്ണ് അവിടെ നിന്ന് മൊത്തത്തിൽ നീങ്ങിപ്പോകാനുള്ള സാധ്യത കൂടി കാണേണ്ടതായുണ്ട്. മാത്രമല്ല, പുഴയിലേക്കൊക്കെ തന്നെ മണ്ണ് വലിയ തോതിൽ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയൊക്കെ തന്നെ കാണേണ്ടതായുണ്ട്. അപ്പോൾ അതുകൂടി പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷമായിരിക്കും മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുക. പൂജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ മഴയും കോടമഞ്ഞും വലിയ രീതിയിൽ മാറി നിന്നതുകൊണ്ട് തന്നെയാണ് തെരച്ചിൽ പ്രതിസന്ധികളൊന്നുമില്ലാതെ ഇന്നലത്തെ ദിവസത്തെ തെരച്ചിൽ പൂർത്തിയാക്കാൻ സാധിച്ചത്. മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം പുഴക്കരയിലേക്ക് എത്തിച്ചായിരുന്നു തെരച്ചിൽ നടത്താൻ പറ്റിയത്. പക്ഷേ ഇന്ന് ഇപ്പോൾ രാവിലെ കോടമഞ്ഞ് വലിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കാണാം, അവിടെ മണ്ണിടിച്ചിൽ ആരംഭിച്ച ഇവരുടെ ഒരു പ്ലാന്റിൻ്റെ മുകളിലുള്ള ഭാഗത്ത് ഇപ്പോഴും നമുക്ക് നല്ല കോടമഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട്, വനമേഖലയോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ ആ ഒരു കോടമഞ്ഞ് മാറുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തിരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രദേശത്ത് ഇപ്പോൾ നേരിയ മഴയുണ്ട്, എന്നാൽ അത് തിരച്ചിലിനെ അത്തരത്തിൽ പ്രതിരോധിക്കുന്ന സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലേക്കുള്ള ഒരു മഴയല്ല. അതിനേക്ക് തന്നെ മറികടന്നുകൊണ്ട് തന്നെ തിരച്ചിൽ ദൗത്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. മന്ത്രിമാരായിട്ടുള്ള AP അനിൽകുമാറും T സിദ്ദിഖും ഇവിടെ ക്യാമ്പ് ചെയ്ത് തിരച്ചിൽ ദൗത്യത്തിൻ്റെ ചുക്കാൻ പിടിക്കുകയാണ്. അവർക്ക് കൃത്യമായ ഓരോ മണിക്കൂറുകളിലും കൃത്യമായ അപ്ഡേറ്റുകളും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ട 3 തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ അവരുടെ സ്വദേശങ്ങളിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മൃതദേഹം എബാം ചെയ്ത് നെടുമ്പാശ്ശേരിയിൽ നിന്നായിരിക്കും അവരുടെ സ്വദേശങ്ങളിലേക്ക് എത്തിക്കുക.